നമസ്കാരം. കൗമുദിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും അമ്മ വീട്ടിലെ ഓണത്തിലേക്ക് സ്വാഗതം. ഓണത്തിന് എല്ലാവരും ഒത്തുകൂടുന്ന പോലെ തന്നെ നമുക്കുണ്ടാകുന്ന മറ്റൊരു സന്തോഷമാണ് നമ്മുടെ അമ്മയുടെ കൈകൾ ഉണ്ടാക്കുന്ന ഭക്ഷണവും പായസവും ഒക്കെ കഴിക്കാവുന്നല്ലേ. അത്തരത്തിൽ നമുക്ക് എല്ലാവർക്കും ഈ സോഷ്യൽ മീഡിയ ഒരു സ്റ്റാറായ അമ്മയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നളിനി അമ്മയാണ് നമ്മുടെ കൂടെ അമ്മ വീട്ടിലെ ഓണത്തിൽ ഇന്ന് ചേരുന്നത്. സ്വാഗതം അമ്മ. അമ്മ, ഞാൻ പറഞ്ഞ സത്യമല്ലേ, നമ്മൾ ഈ പ്രത്യേകിച്ച് പെൺകുട്ടികളെ കല്യാണമൊക്കെ കഴിച്ചു വിട്ട് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വരുന്നത് ഓണം അങ്ങനെയുള്ള ഫംഗ്ഷൻസിനൊക്കെ അല്ലേ അമ്മ? അപ്പം നമുക്ക് ഭയങ്കര സന്തോഷം. അല്ലേ തന്നെ നമ്മൾ അമ്മമാരുടെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഭയങ്കര സന്തോഷം. അതേ സന്തോഷമാണ് ഇപ്പൊ എനിക്ക് അമ്മയുടെ കൂടെ നിൽക്കുമ്പോഴും എനിക്കതിലും സന്തോഷം. അയ്യടാ. അപ്പം അമ്മയും മോളുമായിട്ടുള്ള ഞങ്ങളുടെ ഇപ്പൊ ഒരു കുറച്ച് അല്ലേ അമ്മ, കുറെ ദിവസങ്ങളായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് പുതിയ വിഭവങ്ങളൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്താണ് അമ്മ സ്പെഷ്യൽ? ഇന്നിപ്പോൾ അമ്മ ഉണ്ടാക്കാൻ പോണത് ഒരു മുളകാ പച്ചടിയാണ്. മുളകാ പച്ചടി? അതെ, പച്ചമുളക് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു മുളകാ പച്ചടി. അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കും അമ്മ. കാരണം കുറേ തരം പച്ചടികളില്ലേ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ പൈനാപ്പിൾ പച്ചടി, ബീട്രൂട്ട് പച്ചടി, അതൊക്കെ കേട്ടിട്ടുണ്ട്. മുളകാ പച്ചടി പച്ചമുളക് കൊണ്ട് ഉണ്ടാക്കാവുന്ന. ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് പറഞ്ഞാലോ അമ്മ? പറയാലോ. മുളകാ പച്ചടിയാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടത് പച്ചമുളക്, വാളംപുളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പുപൊടി, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പച്ചമുളക് തന്നെ പിന്നെ അരയ്ക്കണം, കുറച്ച് കടുക്, അത് കഴിഞ്ഞ് വറുത്തിടണം. അത്രയേ ഉള്ളൂ. ശർക്കര. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ആദ്യം എന്താ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ആദ്യം ഇത് ചൂടാക്കിയിട്ട് പച്ചമുളക് കീറി വെക്കണം. കീറി വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കണം. വെളിച്ചെണ്ണ. അപ്പൊ നമ്മളിത് പച്ചമുളക് മുളകാ പച്ചടിയാണ്. അപ്പൊ നമ്മൾ പലതരം പച്ചടികൾ കേട്ടിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ്. അമ്മ സ്പെഷ്യലാണോ? സ്പെഷ്യലാണ്. ചേച്ചിയാണ് ഇതിൻ്റെ ആളല്ലേ? അമ്മയും ചേച്ചി. അവിടെ ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ജയന് വലിയ ഇഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടാവും. ആണല്ലേ? ഈ മുളകായിട്ട് ഇച്ചിരി എരിയുള്ള അങ്ങനെ ആയിരിക്കും അമ്മ? അല്ല, അതിന് നമ്മൾ ശർക്കരയൊക്കെ ചേർക്കണ്ടല്ലോ. അപ്പൊ എരി നല്ല പോയിന്റ് കേട്ടോ. കാരണം നമ്മള് പച്ചമുളക് നീളത്തിലുള്ള മുളകാണ്. നീളത്തിലുള്ളത് കീറിയിട്ടാണ് ഉണ്ടാക്കണ്ട, വിടിയിക്കണ്ട. അതാണ് ഞാൻ ശ്രദ്ധിച്ചത്. നമ്മളിങ്ങനെ ഇപ്പൊ ബജ്ജിക്കൊക്കെ നമ്മൾ ഇങ്ങനെ കീറി വെക്കില്ല, അതുപോലെ തന്നെ കീറി വെച്ചാൽ മതി, രണ്ടാക്കേണ്ട കാര്യം. അതെ, ഇത് വറുത്തെടുക്കുക. അപ്പൊ നമ്മുടെ മുളകാ പച്ചടിയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കീറി വെച്ചിരുന്ന മുളക് എണ്ണ ഒഴിച്ച് വറക്കുക എന്നുള്ളത്. അപ്പൊ അത് ആയിട്ടുണ്ട്. നല്ല വറക്കുക എന്ന് വെച്ചാൽ നല്ല ബ്രൗൺ കളറിലായിട്ട്. അതാണ് എരിയില്ല. ഓ, അതൊരു ടിപ്പാണ് കേട്ടോ. നമ്മൾ വറക്കുമ്പോൾ ഇപ്പൊ എല്ലാവരും മുളകാ പച്ചടി ഓടിപ്പോയി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായി എരിവ് കളയണം അല്ലേ അമ്മ? ഓക്കെ. ഇത് അമ്മയ്ക്ക് എവിടെ നിന്ന് കിട്ടിയതാണ് ഈ ഡിഷ്? അമ്മയുടെ സ്വന്തം? എൻ്റെ അമ്മയുടെ തന്നെ. അമ്മയുടെ ഡിഷാണ്. അമ്മയുടെ പേരെന്തായിരുന്നു? തങ്കമ്മ. അയ്യോടാ, തങ്കം വീടിന്റെ. ശരിക്കും അതുപോലെ തന്നെ താഴെ ഫോട്ടോ ഉണ്ട്. തങ്കം പോലെ തന്നെയാണ് ഇരിക്കുന്നത് ശരിക്കും. അപ്പൊ അമ്മ, നമ്മൾ ആ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി എന്താണ് അടുത്തത്? ഇനി നമുക്ക് പുളി പറഞ്ഞില്ലേ, വാളംപുളി കുതിർത്തിയ വെള്ളം, അതില് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പുപൊടി, കുറച്ച് ശർക്കരയും കൂടിയിട്ട് തിളപ്പിക്കണം. ഓക്കെ. അപ്പൊ അമ്മ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടോ മഞ്ഞൾപ്പൊടിയൊക്കെ? അത് പുളിവെള്ളം മാത്രം. അപ്പൊ എത്ര നേരം ഈ വാളംപുളി കുതിർത്ത് വെക്കണം അമ്മ? വാളംപുളി എത്ര നേരം കുതിർന്നാലും നല്ലത്. ഇപ്പൊ 1 മണിക്കൂർ കിട്ടാൻ ധാരാളം മതി. അപ്പൊ നമ്മൾ വാളംപുളി എല്ലാവർക്കും അറിയാലോ. നമ്മള് മറ്റേ കുടംപുളി അല്ല, വാളംപുളി നമ്മൾ ഇത് അമ്മ ഏറെ നേരം ഇട്ടിട്ടുണ്ട്. മിനിമം 1 മണിക്കൂറെങ്കിലും ഇടണം. ഓക്കെ, എന്നാൽ ഇത് വെച്ചാലോ അമ്മ? അത് നമുക്ക് മാറ്റിയിട്ട് കലച്ചട്ടിലാണ് നമ്മൾ ഇത് വെക്കാൻ പോകുന്നത്. അപ്പൊ അമ്മ അതിലേക്ക് അത് തിളയ്ക്കണോ? വേണ്ട, പൊടികൾ ഇടണം. ആദ്യം മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മതിയോ? മഞ്ഞപ്പൊടി പറഞ്ഞ പോലെ നല്ലതാണല്ലോ. അതെ, അതുകൊണ്ട് കുറച്ച് ഏറെ ആയിട്ടാലും കുഴപ്പമില്ല. മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു ഇതിപ്പോൾ എത്ര മുളക് കാണും? ഒരു 10-12 മുളക് കാണും അല്ലേ അമ്മ? 10 മുളക്. 10 മുളകിന് ഒരു 2 സ്പൂൺ. ഇത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. ഇനി എന്താ അമ്മ വേണ്ടേ? ഉപ്പുപൊടി. ഓക്കെ. അപ്പോൾ നമ്മൾ മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പുപൊടിയും കൂടി ഇടുക, ഒരു കഷ്ണം ശർക്കര. നമ്മൾ ഒരു ശർക്കര എടുത്ത് വെച്ചിട്ട് ഞാൻ ഇച്ചിരി എടുക്കുകയാണെങ്കിൽ എടുത്തോളൂ. നമ്മളൊരു പീസ് ശർക്കര ഇട്ട് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചൊന്ന് കുറുകണം. നമ്മൾ മുളകാ പച്ചടി തന്നെ എല്ലാവർക്കും സംശയം ഉണ്ടാവും, മുളക് ഭയങ്കര എരിയോ. അപ്പം ഇത് അല്ല, ശർക്കര. അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒരു കഷ്ണം ശർക്കരയും കൂടി ഇട്ട്
തിളപ്പിക്കുക. ഈ വെള്ളം തിളപ്പിച്ചെടുക്കുക. അത് തിളച്ച് ഒന്ന് വറ്റുമ്പോൾ ഈ പച്ചമുളക് വറുത്ത് വെച്ചത് അതിലേക്ക് കൊട്ടുക. അമ്മ ഇപ്പം ഇതിപ്പോ ഒന്ന് തിളക്കേണ്ട സമയമുണ്ട് നമുക്കല്ലേ? ആ സമയത്ത് അമ്മയുടെ വീട്ടിൽ ഇപ്പൊ 7 മക്കളുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അന്നത്തെ കാലത്ത് ഓണാഘോഷത്തിന് എങ്ങനെയായിരുന്നു ഈ ഉപ്പേരി വറക്കുക? അതിനൊക്കെ വേറെ ആൾക്കാരുണ്ടോ അതോ എല്ലാവരും? അമ്മയുണ്ട്, പിന്നെ അമ്മയെ സഹായിക്കുന്ന ഒരു ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. അങ്ങോരും കൂടെ കൂടിയിട്ട് ഇതൊക്കെ ചെയ്യും. എല്ലാം വറക്കും. സൈഡിലോട്ടൊക്കെ കളിയോടൊക്കെ അതൊക്കെ ഇവിടെ ഉണ്ടോ അമ്മ? കളിയോടൊക്കെ ഇല്ല കളിയോടൊക്കെ. പിന്നെ എന്താണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി അമ്മ? ഇവിടെ കായ വറുക്കുക, ശർക്കര വരട്ടി ഉണ്ടാക്കുക, നാരങ്ങാക്കറി, മാങ്ങാക്കറി, പുളിയിഞ്ചി അതൊക്കെ ഉണ്ടാക്കും. പിന്നെ ചേന വറക്കും, പല പല വറക്കലുകൾ. ചേന വറക്കും. ഞങ്ങളുടെ ആ സൈഡിലോട്ട് കുറച്ച് വടക്കോട്ടൊക്കെ ഇങ്ങനെ അല്ല തെക്കോട്ടൊക്കെ ഇങ്ങനെ കളിയോടൊക്കെ ഉണ്ടാക്കും. അതെ അതെ. പിന്നെ അരിയുണ്ട ഉണ്ടാക്കും. ഞങ്ങളുടെ അതിന് പേരാണ് ഈ പൂവട. തൃക്കാക്കര പിന്നെ വേദിക്കാനും അതിൽ വെറുതെ അരിപ്പൊടിയും ശർക്കരയും പഴവും മാത്രം തിരുമ്മിട്ട് അല്ല, അത് അരിപ്പൊടിയും ശർക്കരയും കൂടി കുഴച്ചിട്ട് അത് ഇലയിൽ പരത്തി ഉള്ളിൽ പഴം നോക്കിയിട്ട് കഷ്ണം വയ്ക്കും. എന്നിട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കുക. സിമ്പിളാണ്. അപ്പൊ നമുക്ക് മുളകാ പച്ചടിയുടെ ഓണത്തിന് ഇവിടെ എറണാകുളം സൈഡിലൊക്കെ ഉണ്ടാക്കുന്ന പൂവട എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ റെസിപ്പി അമ്മ പറഞ്ഞു തന്നിട്ടില്ലേ? അപ്പൊ നമുക്ക് ഇത് തിളച്ചു വരാനുള്ള ഒരു സമയം മാത്രം മതി. അപ്പൊ നമ്മളമ്മ പുളിവെള്ളം തിളച്ച് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വാളൻ പുളി മിനിമം 1 മണിക്കൂറെങ്കിലും വെള്ളത്തിയിട്ട വെള്ളമാണ് അല്ലേ? അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി, ഉപ്പ് പൊടി, ശർക്കര ഇട്ട് ശർക്കര ഇട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി എന്താ അമ്മ ചെയ്യുന്നത്? വറുത്ത പച്ചമുളക് അതിലേക്ക് കോരിയിടാം. ഇട്ടോ. നമ്മളൊരു 10 പച്ചമുളക് എടുത്ത് വറുത്തിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ ഈ പുളിവെള്ളവും ശർക്കര എല്ലാം കൂടി ചേർത്ത് അതിലേക്ക് കുറുകിയതിലേക്ക് ഇട്ടു. ഇനി തിളക്കണം. ഇതൊന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾ തേങ്ങയും പച്ചമുളകും കൂടി അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ തേങ്ങയും പച്ചമുളകും കൂടി നല്ലോണം അരച്ചിട്ട് അവസാനം കുറച്ച് കടുകും കൂടി ഇട്ട് ഒന്ന് പൊട്ടിക്കണം. കടുക് വല്ലാണ്ട് അരയരുത്, അരഞ്ഞാൽ കയ്പ്പ് വരും. അപ്പൊ നമ്മൾ ഈ തേങ്ങ ഇടണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താണ് തേങ്ങ? എന്തൊക്കെയാണ് തേങ്ങയും പച്ചമുളകും, ഒരു 2 പച്ചമുളകും, കടുക് അവസാനം. ഇതിന്റെ കൂടെ അരക്കണം. അരക്കണം. അപ്പൊ നമ്മള് തേങ്ങ നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ട്. തേങ്ങയും പച്ചമുളകും കൂടി ആദ്യം അരക്കും. എന്നിട്ട് അത് അരച്ച് കഴിഞ്ഞ അവസാനം കുറച്ച് 1 സ്പൂൺ കടുകും കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കുക. കടുക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വല്ലാണ്ട് അരക്കരുത്, ഒന്ന് പതുക്കെ പൊട്ടിക്കാനേ പാടുള്ളൂ. കടുക് അധികം അരഞ്ഞ് കഴിക്കും. അതൊരു ടിപ്പാണ് കേട്ടോ, കാരണം എനിക്കതറിയില്ല. ഇപ്പൊ ഞാനായിരുന്നെങ്കിൽ കടുകും പച്ചമുളകും എല്ലാം ഇട്ട് അരച്ചേന്. കടുക് അധികം അരിഞ്ഞൂടാ. അതായത് ഇപ്പൊ നമ്മൾ ആദ്യം തേങ്ങ എടുക്കുക, അതിലേക്ക് പച്ചമുളക് ചേർത്ത് നന്നായിട്ട് അരച്ചിട്ട് കടുകിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം അല്ലേ? മതിയോ? മതി, അരച്ചത്. അപ്പൊ നമ്മൾ മുളക് ഇട്ടിട്ട് ഒരു തലയും കൂടെ വന്നിട്ടുണ്ട്. ആ തലയിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കും. ബാക്കി അരപ്പും കൂടി ചേർത്ത് അതും കൂടി തരണം. അവിടെ അരപ്പുണ്ട്, ബാക്കി അരപ്പൂടെ ചേർക്കണം. ബാക്കി അരപ്പും കൂടി തരുമോ? അപ്പൊ നമ്മളിത് 2 ബൗള് ചേർത്ത് ഒരു അരമുറി തേങ്ങ അല്ലേ? അത് തന്നെ. അരമുറിയിലും കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. 10 മുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് ശർക്കര, പുളിവെള്ളം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം കൂടി ഉപ്പ് പൊടി. ഇതപ്പോൾ ഇവിടുത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ആളാണ് അമ്മയുടെ മകൻ. വക്കീലാണ് അല്ലേ? വക്കീലാണ്. ഫുഡി മേനോൻ എന്ന പ്രൊഫൈലിലാണ് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിലൊക്കെ അറിയപ്പെടുന്നത്. അപ്പം പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നല്ലേ? അപ്പം ചേട്ടനും ഭയങ്കര ഇഷ്ടമുള്ള മുളകാ പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അമ്മ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അമ്മയ്ക്കിപ്പോൾ നമ്മൾ ശരിക്കും എനിക്കറിയാം, നമുക്കിങ്ങനെ ഭയങ്കര ആരാധനയൊക്കെ ഉള്ളവർക്ക് നമ്മൾ ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ അമ്മയ്ക്ക് നമ്മുടെ ഈ കേരളത്തിൽ നല്ല ഒരിടത്തുനിന്ന് സാരിയൊക്കെ വരുമല്ലോ, അതെവിടുന്ന അമ്മ? മലേഷ്യ എന്നൊക്കെ അമ്മയ്ക്ക് സാരിയൊക്കെ വരാറുണ്ട്. അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ് അല്ലേ? നമ്മള് കുട്ടികളെ അത്ര ഇഷ്ടപ്പെടണ്ടല്ലോ, ആ സന്തോഷം. അമ്മ എൻ്റെ മക്കൾ എന്നാണ് എപ്പോഴും പറയാട്ടോ നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് അമ്മയുടെ വ്യൂവേഴ്സിനെ എല്ലാം. അമ്മയ്ക്കിപ്പോൾ ഈ പോസ്റ്റ് ചെയ്തതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഒരു ഭയങ്കരമായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ കമന്റ് ചെയ്ത വിഭവം ഏതാണ്? യൂട്യൂബില് ഒരുപാടുണ്ട്, എന്നാലും ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടത്. കുട്ടികൾക്ക് ഈ പുളിമുളക് അത് എത്രയോ മില്യനായതാ വ്യൂസ് കിട്ടി. എനിക്ക് അമ്മയുടെ അത് പറയാനൊന്നും അറിയില്ല, അത് അമ്മയ്ക്ക് അത്ര അങ്ങനെ ഭയങ്കരമായിട്ട് അമ്മയ്ക്ക് അറിയാം. എന്നാലും ഒരുപാട് മില്യൺ വ്യൂസ് ഒക്കെ കിട്ടിയതാണ് അമ്മയുടെ. കൂറ്റിയുടെ ഇട്ടിരുന്നു ഇപ്പൊ കർക്കിടകത്തിൽ, അതിനും അത് എത്രയോ 9 മില്യനൊക്കെ. എനിക്ക് വയ്യ. അപ്പോൾ അമ്മയുടെ അങ്ങനത്തെ റെസിപ്പീസ് ആയാലും എന്തെങ്കിലും ഇതുപോലത്തെ ഇൻഫർമേഷൻസ് ആയാലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ അമ്മയുടെ യൂട്യൂബ് ചാനൽ അമ്മ തന്നെ പറഞ്ഞു
പറഞ്ഞോളൂ. എന്ന് സ്വന്തം അമ്മ. അയ്യടാ, എന്ന് സ്വന്തം അമ്മ എന്ന യൂട്യൂബ് ചാനലിൽ പോയി നോക്കി അമ്മയുടെ ഇതുപോലത്തെ ഇതിലും ഇനി ഒരുപാട് റെസിപ്പീസ് അമ്മ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും രസമുള്ള ഒരു ഓംലെറ്റ് അമ്മ അത് പോസ്റ്റ് ചെയ്തു. ഓംലെറ്റ് കുറേ വ്യൂവേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഓംലെറ്റ് ഒക്കെ ഇഷ്ടമുള്ളവരൊന്ന് പോയി ഈ ചാനൽ നോക്കണം. സ്പെഷ്യൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പി അമ്മ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അല്ലേ അമ്മ? നമ്മുടെ കറി തിളച്ചു. ഇനി എന്താ അമ്മ? ഉപ്പ് നമ്മൾ ലേശം ഒരു ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെന്താ അമ്മ? ഇനി എന്താ ചേർക്കാനുള്ളത്? ഇനി വെറുതെ വറുത്തില്ല. കടുകും മുളകും കരിവേപ്പിലയും കൂടി ഇത്ര തന്നെയുള്ളൂ. നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ കടുക്, ഉണക്കമുളക്, കരിവേപ്പില അത്ര ഇതിലേക്ക് വറുത്തില്ല. അത് തന്നെ. അപ്പോൾ നമ്മുടെ മുളക പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി എൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് കടുക് വറക്കാൻ പോലെ. അപ്പം അമ്മ എന്നാ കടുക്, നമ്മുടെ കറിവേപ്പില, മുളക് അല്ലേ? അപ്പോൾ നമ്മൾ മുളക് ആദ്യം വറുത്തതിൻ്റെ കുറച്ച് എണ്ണ ബാക്കി ഉണ്ടായിരുന്നു, അതിലേക്ക് നമ്മൾ കടുക് ഇട്ടിട്ടുണ്ട് അമ്മ. അതെ. അപ്പോൾ അത് പൊട്ടുമ്പോൾ 2 ഉണക്കമുളക്, 2 ഉണക്കമുളക്, ഏതായാലും കരിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. വറുത്തിട്ട് അതിലേക്ക് പൊട്ടും. അപ്പം അമ്മയുടെ മില്യൺ വ്യൂവേഴ്സൊക്കെ കിട്ടിയ നമ്മുടെ റെസിപ്പീസൊക്കെ എല്ലാവരും പോയി യൂട്യൂബിൽ നോക്കണം. നിർത്തിക്കുക. അപ്പൊ അമ്മ നമ്മൾ ഏകദേശം ഇല്ല വറുത്ത് വെച്ചിട്ടുണ്ട്. അമ്മയുടെ സദ്യ ഐറ്റംസിലെ മോന് അപ്പൊ ജയൻ ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? അവൻ എൻ്റെ സാമ്പാറും ഓലിനുമാണ്. അമ്മയ്ക്കും സാമ്പാറും ഓലിനും അല്ലേ ഇഷ്ടം? അപ്പൊ അമ്മയ്ക്കും അവനും ഒരേ ഇഷ്ടമല്ല. അപ്പൊ നമുക്കത് ഇതിലേക്ക് കടുക് വറുത്ത് വറുത്ത മുളക്, കരിവേപ്പില, കടുക്. നമ്മള് ഇച്ചിരി തൊണ്ടയ്ക്കൊക്കെ പ്രശ്നം ഉണ്ടാവും അല്ലേ അമ്മ? കാരണം മുളകിന്റെ ആ ഒരു കുത്ത് വരും. അത് ജനലൊക്കെ തുറന്നിട്ട് ചെയ്താൽ മതി. അതെ അതെ. ഇത് ചെയ്യുമ്പോൾ ഒന്ന് ജനലൊക്കെ തുറന്നിടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ മുളക പച്ചടി റെഡി ആയിട്ടുണ്ട്. നമ്മൾ അവസാനം കടുക് വറുത്ത് ഒഴിച്ചിട്ടുണ്ട്. നല്ല എളുപ്പമുള്ള സാധനമാണ്. നല്ല ടേസ്റ്റി ആണോ എന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയും അല്ലേ അമ്മ? ഇത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള മുളക പച്ചടി. ഇച്ചിരി മൂക്കൊക്കെ നമുക്ക് എരിയും കേട്ടോ, അത് മുളകിൻ്റെ സ്വാഭാവികമായിട്ടുള്ളതാണ്. നല്ലതാണ്. ലേശം എരിയുണ്ട്. അതാണ് ഇല്ലേ കാര്യം ചെയ്യണം, കുറച്ചൊക്കെ ശർക്കര ഇട്ട്. അപ്പം ഇത് ലേശം എരിയുള്ള കൂട്ടാണ്, കാരണം നമ്മൾ ഇത്രയും മുളക് ചേർക്കല്ലേ. അപ്പോൾ ഈ ഓണക്കാലത്ത് നിങ്ങളെല്ലാവരും നോർമൽ പച്ചടിക്ക് പകരം നമ്മുടെ മുളക പച്ചടി ടേസ്റ്റ് ചെയ്ത് നോക്കണം. അമ്മയ്ക്ക് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? കൗമുദിയുടെ എല്ലാ പ്രേക്ഷകരോടും എല്ലാ കുട്ടികളോടും അമ്മയുടെ വക ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ആശംസകൾ അറിയിക്കണം. ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അമ്മയെ അറിയിക്കണം. അപ്പം അമ്മയ്ക്ക് സന്തോഷമാവും.